എക്സാമ്പിൾ പറയട്ടെ, ഞാൻ കഴിഞ്ഞ എന്നായിരുന്നു നമ്മുടെ ജൂലൈ 6-ാം തീയതി ഹയർ സെക്കൻഡറി പ്രവേശനോത്സവം. ഞാൻ ഒരുപാട് സ്കൂളിൽ, എൻ്റെ മണ്ഡലത്തിൽ ഒരുപാട് സ്കൂളിൽ, ഒരു സ്കൂളിൽ പോയപ്പം ഞാനൊന്നും അറിയുന്നില്ല. അവിടെ ഇരിക്കുന്ന ഒരാൾ, പിന്നെ ആളിനൊന്നും പറയുന്നില്ല, ഒരാൾ ഫോട്ടോ എടുക്കുക. അപ്പോൾ തൊട്ട് ബാക്കിക്കുന്ന ആൾ കാണുന്നത് എൻ്റെ മുഖം സൂം ചെയ്യുന്നില്ല, ബോഡിയാണ് സൂം ചെയ്യുന്നത്. അപ്പം തന്നെ പിന്നെ അടുത്ത് നിന്ന് ആൾ പറഞ്ഞ് അതങ്ങ് മാറ്റി. പക്ഷെ എങ്കിലും സൂം ചെയ്ത് പ്രശ്നമാക്കണമെന്ന് ആ കണ്ട ആൾ വിചാരിച്ചെങ്കിലും പിന്നെ കുഴപ്പമില്ലെന്ന് വെച്ചാൽ കണ്ട് പറഞ്ഞത് കൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷെ ആൾ പോസ്റ്റ് ചെയ്തതിനകത്ത് ഈ ബോഡി പാർട്ടുണ്ട്. ഒരു വനിത കൂടിയായ നമ്മുടെ സംസ്ഥാനത്തെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ഇന്ന് കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ഒരു മന്ത്രിയായ താൻ ഒരു പൊതുചടങ്ങിൽ പങ്കെടുക്കവേ തൻ്റെ മുഖമൊഴികെയുള്ള ശരീരഭാഗങ്ങൾ ഒരാൾ സൂം ചെയ്ത് ഷൂട്ട് ചെയ്തു എന്നും സമൂഹ മാധ്യമത്തിൽ ആ ദൃശ്യങ്ങൾ പങ്കുവച്ചു എന്നുമുള്ള വെളിപ്പെടുത്തലാണ് ബിന്ദു കൃഷ്ണ നടത്തിയിട്ടുള്ളത്. തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ മാധ്യമപ്രവർത്തകരെയും യൂട്യൂബർമാരെയും നിയന്ത്രിക്കണം എന്ന മുറവിളി സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഓൺലൈൻ മാധ്യമപ്രവർത്തകനും യൂട്യൂബറുമായ മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയ അടക്കം ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഒരു വീഡിയോയും പങ്കുവച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു വിഷയം കേരളം കാര്യഗൗരവത്തോടുകൂടി അല്പകാലം മുമ്പും ചർച്ച ചെയ്തിരുന്നു. പ്രശസ്ത നടനായ സലീം കുമാറിൻ്റെ സംസ്കാര ചടങ്ങുകൾക്കിടെ യാതൊരു മര്യാദയും ഇല്ലാതെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സ്വകാര്യം മാനിക്കാതെ മാധ്യമപ്രവർത്തകർ അങ്ങോട്ടേക്ക് തള്ളിക്കയറിയപ്പോൾ അവരോട് ദേഷ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ മകനും നടനുമായ ചന്തു സലീം കുമാറിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് അന്ന് ഈ വിഷയം ചർച്ച ചെയ്യപ്പെട്ടത്. ഏതാണെങ്കിലും ഇവിടെ ഒരു നിയന്ത്രണം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ബിന്ദു കൃഷ്ണയുടെ ആ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്ത ഞരമ്പനായിട്ടുള്ള യൂട്യൂബർ ആരാണ് എന്ന ചോദ്യം പ്രസക്തമാണ്. ഇത്തരക്കാർ തീർച്ചയായും നിയന്ത്രിക്കപ്പെടേണ്ടതാണ്, നിയമത്തിന് മുമ്പിൽ എത്തേണ്ടതാണ്, മാതൃകായോഗ്യമായ നടപടികൾ അവർക്കെതിരെ സ്വീകരിക്കേണ്ടതാണ്. എന്നിരുന്നാലും ബിന്ദു കൃഷ്ണയുടെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ സൂചനകൾ മന്ത്രിയുടെ വാക്കുകളിൽ തന്നെയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ, കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂടുതൽ പിന്തുണയ്ക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് മന്ത്രി ബിന്ദു കൃഷ്ണ ഈ വിഷയത്തിൽ തൻ്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തത് ആരാണ് എന്നുള്ളതിനെക്കുറിച്ച് നൽകുന്ന സൂചനകൾ ആദ്യമായി ഒന്ന് കേട്ടു നോക്കാം. മിനിസ്റ്ററായ സംസ്ഥാനത്തെ ഒരു മന്ത്രിയായ എൻ്റെ ബോഡി അങ്ങനെ ഫോട്ടോ എടുക്കാൻ പബ്ലിക് പ്ലേസിൽ ധൈര്യമുള്ളവർ പഠിക്കുന്ന സ്കൂളിലെ കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കും, അത് സഹ ആളുകളോട് എങ്ങനെ, സഹ അധ്യാപകരോട് എങ്ങനെയായിരിക്കും? അതികർശനം, സാധാരണ ആരും ഉപദ്രവിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളല്ല ഞാൻ, പക്ഷെ അതികർശനം അതോടെ എടുക്കണമെന്ന്. ഇവിടെ മന്ത്രിയുടെ വാക്കുകൾ ശ്രദ്ധിക്കുക. എന്താണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്? താനൊരു സ്കൂളിലെ ചടങ്ങിൽ പങ്കെടുക്കവെയാണ് ഇത്തരമൊരു ദുരനുഭവം ഉണ്ടായതെന്നാണ്. തൻ്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തത് ഒരു അധ്യാപകനാണ്, ആ സ്കൂളിലെ അധ്യാപകനാണെന്നും മന്ത്രിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. മന്ത്രി ബിന്ദു കൃഷ്ണയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്ന, പ്രവൃത്തി ചെയ്യുന്ന ഒരാൾ പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഗതി എന്താകും? അയാളുടെ സഹ അധ്യാപകരുടെ ഗതി എന്താകും? അവരോടൊക്കെ ഈ സമീപനമാവില്ലേ ഇയാൾക്കുള്ളത് എന്നൊരു ആശങ്കയും മന്ത്രി ഇവിടെ പങ്കുവെക്കുന്നുണ്ട്. അതിനാൽ തന്നെ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ സൂം ചെയ്ത്, ശരീരഭാഗങ്ങൾ സൂം ചെയ്ത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഒരു യൂട്യൂബറല്ല, നേരെ മറിച്ച് ഒരു അധ്യാപകനാണ്. ഇവിടെയാണ് യൂട്യൂബർമാരെയും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെയും മാത്രം നിയന്ത്രിക്കുന്നത് കൊണ്ട് ഈ ഒരു വിഷയത്തിന് പരിഹാരമാവില്ല എന്ന ചിന്ത പ്രേക്ഷകരുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇത് പൊതുവിൽ മലയാളി സമൂഹത്തിൻ്റെ ഒരു മനോവൈകൃത്യമാണ്. എന്തിനും എവിടെയും മൊബൈൽ ഫോൺ പുറത്തെടുത്തുകൊണ്ട് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുവാനുള്ള അവകാശം തങ്ങൾക്കുണ്ട് എന്ന മലയാളിയുടെ ഒരു തെറ്റായ ചിന്തയുടെ പ്രതിഫലനം തന്നെയാണ് സലീം കുമാറിൻ്റെ ശവസംസ്കാര ചടങ്ങുകളിലും മന്ത്രി ബിന്ദു കൃഷ്ണയുടെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തതിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിനെതിരെ കൃത്യമായ നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽപ്പുണ്ട്. പലപ്പോഴും പോലീസുകാർ തങ്ങളുടെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ആളുകളെ പരിശോധിക്കുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോൾ, റെയ്ഡ് നടത്തുമ്പോഴെല്ലാം ഇത്തരങ്ങൾ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യപ്പെടാറുണ്ട്. പലപ്പോഴും പോലീസിനെതിരെ വ്യാപക സൈബർ അറ്റാക്കിന് വേണ്ടി ഇത്തരം ദൃശ്യങ്ങൾ പങ്കുവെക്കപ്പെടാറുമുണ്ട്. ഇവിടെയും ചില നിയമപരമായിട്ടുള്ള നിബന്ധനകൾ, നിയന്ത്രണങ്ങൾ അത്യാവശ്യമാണ്. ഇല്ല എങ്കിൽ നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം പടർന്നു പിടിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല.
നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രശസ്ത പിന്നണി ഗായികയായിട്ടുള്ള എസ് ജാനകി അന്തരിച്ചത്. അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുവാൻ ആളുകൾ എത്തുന്നതിൻ്റെയും അവരുടെ ശവസംസ്കാര ചടങ്ങുകളുടെയും ദൃശ്യങ്ങൾ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. എന്നാൽ കേരളത്തിൽ നിന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി മൈസൂരിൽ വെച്ച് നടന്ന ആ ചടങ്ങുകളിലേക്ക് അവർക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനെത്തുന്ന സെലിബ്രിറ്റികളുടെ ഇടയിലേക്കോ അവരുടെ കുടുംബാംഗങ്ങളുടെ ഇടയിലേക്കോ വളരെ സ്വകാര്യമായി നടക്കുന്ന ചടങ്ങുകൾക്കിടയിലേക്കോ ക്യാമറ കണ്ണുകളുമായി മാധ്യമങ്ങളും പൊതുജനങ്ങളും ആരാധകരും ഒന്നും കടന്നു ചെന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, ഇതേതാനും യൂട്യൂബർമാരുടെയും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെയും മാത്രം കുഴപ്പമല്ല. നേരെ മറിച്ച് ഇത് കൃത്യമായി മലയാളിയുടെ ഒരു മനോവൈകൃത്യമാണ്. നമ്മുടെ സമൂഹം അപകടകരമായി പ്രകടിപ്പിക്കുന്ന ഒരു പ്രവണതയാണ്. അതിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യതയാണ്. മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. മന്ത്രിയായ ബിന്ദു കൃഷ്ണ പോലും ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. തനിക്ക് ആരെയും ഉപദ്രവിക്കുവാൻ താല്പര്യമില്ലാത്തതിനാൽ താൻ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുന്നില്ല എന്ന സൂചനയാണ് ബിന്ദു കൃഷ്ണ പങ്കുവച്ചിട്ടുള്ളത്. ഒരു മന്ത്രി പോലും ഒരു നിയമലംഘനത്തിനെതിരെ, പ്രത്യേകിച്ച് ഒരു സ്ത്രീകൾക്കെതിരെ നടക്കുന്ന സ്ത്രീകളുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഒരു നിയമലംഘനത്തിനെതിരെ ഇത്തരത്തിൽ കണ്ണടച്ചു കൊടുത്താൽ സാധാരണ സ്ത്രീകൾക്ക് അത് എന്ത് സന്ദേശമാകും കൈമാറുക എന്ന ചോദ്യം കൂടി ഉയരേണ്ടതുണ്ട്. മന്ത്രി ബിന്ദു കൃഷ്ണ തന്നെ പറയുന്നു, ഒരു മന്ത്രിയായി എനിക്കിതാണ് അനുഭവമെങ്കിൽ സാധാരണക്കാരായ സ്ത്രീകൾക്ക് എന്തായിരിക്കും ഇത്തരം ആളുകളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന അനുഭവമെന്ന്. സ്വാഭാവികമായും ഇവിടെ മന്ത്രിയായ ബിന്ദു കൃഷ്ണ തന്നെ ഒരു മാതൃക കാണിക്കേണ്ടതാണ്. അയാളോട് യാതൊരു ദീനാനുകമ്പയും ഇല്ലാതെ കൃത്യമായി ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അയാൾ നിയമപരമായിട്ടുള്ള നടപടികൾക്ക് വിധേയനാകേണ്ടതാണ്. അത്തരത്തിൽ ഒരു നടപടി എടുപ്പിക്കുവാനുള്ള ആർജവം അല്ലെങ്കിൽ സഹതാപം മൂലം അതിനുള്ള ഊർജം മന്ത്രിക്ക് നഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. തീർച്ചയായും ഇത്തരം ഒരു വെളിപ്പെടുത്തൽ നടത്തിയ മന്ത്രിക്ക് തീർച്ചയായും അത്തരമൊരു കർശനമായ നിലപാടിലേക്ക്, നിയമത്തിൻ്റെ പരിധിക്കുള്ളിലേക്ക് അയാളെ കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്തമുണ്ട്. മാനേജ്മെൻറ്റിനോട് പറഞ്ഞ് അയാൾക്കൊരു സസ്പെൻഷൻ വാങ്ങിക്കൊടുക്കുകയോ അയാളുടെ ജോലി കളയുകയോ അല്ല ഇതിൻ്റെ ചെയ്യേണ്ട നടപടിക്രമം എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മന്ത്രി തീർച്ചയായും ഇയാൾക്കെതിരെ പരാതി കൊടുക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ, തെളിവുകൾ പോലീസിന് കൈമാറണം. പോലീസ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുക്കേണ്ടതുണ്ട്. അയാളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതുണ്ട്. മാതൃകായോഗ്യമായി തെറ്റുകാരനെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ശിക്ഷകൾ മാത്രമായിരിക്കണം ഇത്തരം വിഷയങ്ങളിൽ മാതൃകയായി പ്രവർത്തിക്കേണ്ടത്, ഒരു കറക്ഷൻ മെത്തഡോളജിയായി പ്രവർത്തിക്കേണ്ടത്. ഇത്തരത്തിൽ കർശനമായ ശിക്ഷകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത്തരം അപകടകരമായ പ്രവണതകൾക്ക് ഒരു അവസാനം കൊണ്ടുവരുവാൻ കഴിയുകയുള്ളൂ എന്ന തിരിച്ചറിവ് ഭരണാധികാരികൾക്ക് കൂടി ഉണ്ടാവേണ്ടതാണ്. ഈ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.